വിശുദ്ധ വേദപുസ്തകത്തിലെ 22, 23, 24 സങ്കീർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. മശീക സങ്കീർത്തനങ്ങളെന്ന് പറയാം. യേശു കർത്താവിനെ സംബന്ധിച്ചുള്ള പ്രവചനവും പ്രവചന നിവൃത്തികളുമാണ് അതിലെ ഏറിയ വാക്യങ്ങളും. 22-ാം സങ്കീർത്തനം ഇന്നലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് വെളിപ്പെടുത്തുമ്പോൾ, 21-ാം സങ്കീർത്തനം ഇന്നവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. 24-ാം സങ്കീർത്തനം അവൻ നാളെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുമെന്ന് വെളിപ്പെടുത്തുന്നു. 22-ാം സങ്കീർത്തനത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയനെ വെളിപ്പെടുത്തുമ്പോൾ, 23-ാം സങ്കീർത്തനം ഈ മരുഭൂമി യാത്രയിൽ നമ്മെ വഴി നടത്തുന്ന വലിയ ഇടയനെ വെളിപ്പെടുത്തുന്നു. 24-ാം സങ്കീർത്തനം നമ്മെ ആലയിൽ ചേർക്കാൻ ഇറങ്ങി വരുന്ന ശ്രേഷ്ഠ ഇടയനെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിച്ചിട്ട് വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നവനാണ്. പോരാ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ദൈവം തമ്പുരാൻ പറഞ്ഞു, മിസ്രൈമിലെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ മിസ്രൈമി അടിമത്തിൽ നിന്ന് വിടിവിപ്പാൻ, ഊഴിവെല്ലും വിടിവിപ്പാനും, അവിടെ ഫുൾ സ്റ്റോപ്പല്ല, പാലും തേനും ഒഴുകുന്ന കനാനിൽ കൊണ്ടെത്തിക്കാനും വന്നു. രക്ഷിച്ച് വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല നിന്റെ ദൈവം. നിന്നെ വിളിച്ചിറക്കിയ ദൈവം എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. അവർ ഗോഡ് ഈസ് ഓഥർ ആൻഡ് ഫിനിഷർ. നമ്മുടെ ദൈവം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീ കർത്താവിനെ ഒരു കാര്യം ഏൽപ്പിച്ചെങ്കിൽ പാതി വഴിയിലിട്ടിട്ട് അവൻ പോകുന്ന ദൈവമല്ല. നീ ഏൽപ്പിച്ച കാര്യം അവൻ ഫിനിഷ് ചെയ്തിരിക്കും. വിശ്വാസം കൊണ്ട് കരങ്ങളടിച്ച് വാ തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ പറ, ഞാൻ എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ച വിഷയം എൻ്റെ ദൈവം പൂർത്തീകരിക്കും. ഓഥർ ആൻഡ് ഫിനിഷറാണ്. അതുകൊണ്ടാണ് രൂത്തിനോട് നവോമി പറഞ്ഞ, ഈ വിഷയത്തിൽ നീ മൗനമായിരിക്കുക. ഇത് തീർപ്പാക്കാതെ അയാൾ മൗനമായിരിക്കില്ല. നല്ല ബോബസിൻ്റെ കയ്യിൽ നീ ഒരു കാര്യം കൊടുത്തെങ്കിൽ നീ കിടന്ന് വെപ്രാളപ്പെടരുത്. കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച വിഷയത്തിന്മേൽ നീ വ്യാകുലപ്പെടരുത്. അതവൻ പൂർത്തീകരിക്കും. ഉപവാസപ്രാർത്ഥനയ്ക്ക് വന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട് തമ്പുരാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് അവൻ പൂർത്തീകരിച്ചിരിക്കും? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഈ ആഴ്ചയൊക്കെ കഷ്ടാനുഭവ ആഴ്ചയായിട്ട് വാഴമായിട്ടൊക്കെയാണല്ലോ ക്രൈസ്തവ ലോകം മുഴുവൻ ആചരിക്കുന്നത്. എനിക്ക് എൻ്റെ കർത്താവിനെ ഉയർത്തുന്നതിനേക്കാൾ ഭാഗ്യം വേറെ വല്ലതില്ല, സന്തോഷവും വേറെ ഒന്നുമില്ല. യേശുവിനെ മാക്സിമം എൻ്റെ പ്രസംഗ വീടും എല്ലാം യേശുവിനെ ഉയർത്തുകയാണ്. പിന്നെ നിത്യതയെക്കുറിച്ചും പ്രസംഗിക്കുക. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും യാദൃച്ഛ്യമല്ലായിരുന്നു. അവയെല്ലാം തിരുവെഴുത്തിൻ്റെ നിവർത്തിയായിരുന്നു. കാരണം നമ്മുടെ കർത്താവ് തന്നെ ഓരോന്ന് വരുമ്പോഴും പറഞ്ഞു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകും. മറ്റൊരു നേതാവിനെ കുറിച്ചും ഇല്ല, കർത്താവിനെ കുറിച്ചുള്ളൂ. അങ്ങനെ ഈ 22-ാം സങ്കീർത്തനത്തിൽ തന്നെ ശ്രദ്ധിച്ചു വായിച്ചു പഠിച്ചാൽ 20-ലധികം പ്രവചനങ്ങളുണ്ട് യേശു കർത്താവിനെ കുറിച്ച്. ആ 20 പ്രവചനവും ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവമാണൊരു കാര്യം പറഞ്ഞതെങ്കിൽ ദൈവം അത് നിവർത്തിച്ചിരിക്കും. ദൈവം നിന്നോടൊരാലോചന പറഞ്ഞിട്ടുണ്ടോ? സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിക്കും. വാ തുറന്നു ശക്തിയോട് സ്തോത്രം പറഞ്ഞു. അതിൻ്റെ തെളിവാണ് നിങ്ങളിവിടെ ആരാധിക്കുന്നത്. നിന്റെ തലമുറ ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിക്കും. നിന്നെ ഒരിടത്തെ ഒരു രാജ്യത്ത് ദൈവം നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സകല വിസയും റദ്ദാക്കപ്പെട്ടാലും ദൈവത്തിൻ്റെ സമയത്ത് നീ അവിടെ നിന്നിരിക്കും. കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊന്നും യാദൃശ്യമല്ല. 22-ാം സങ്കീർത്തനം 1-ാം വാക്യം നമ്മുടെ കർത്താവ് ക്രൂശിൽ പറഞ്ഞ ആദ്യത്തെ മുള്ളുന്ന, എൻ്റെ ദൈവമേ, പറഞ്ഞാട്ടെ, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? അതിൻ്റെ അവസാന പദം വീട്ടിൽ പോയി നോക്കിയാൽ മതി. കർത്താവ് ക്രൂശിൽ പറഞ്ഞ അവസാന മൊഴി, ടെറ്റ്ലസ്ടൈ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവർത്തിയായി. അതിനിടയിൽ ഒത്തിരി പ്രവചനങ്ങളുണ്ട്. ഞാനൊന്നുകൂടെ പറയാം, നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിച്ചപ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞു, തിരുവെഴുത്തിൽ നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാം തിരുവെഴുത്തിൻ്റെ നിവർത്തിയായിരുന്നെങ്കിൽ, മോനെ, ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും നമുക്കൊന്നും സംഭവിക്കില്ല. അവനറിയാതെ
അവൻ അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവമക്കൾ പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും, കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ച് പിശാചികൾക്ക് പറഞ്ഞേ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. സകലവും നന്മയാണെന്നല്ല, തിന്മയായി വരുന്നതും നന്മയായി പരിവർത്തനം ചെയ്യാൻ കർത്താവിന് കഴിയും. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ദുഷ്ടപിശാച് ചെയ്യുന്നത് പോലും നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ അധികാരമുള്ളവരെയാണ് നീ സേവിക്കുന്നത്. വാ തുറന്നു ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്. മക്കളെ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്. ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ ആത്മാവിനാൽ നിറയ്ക്കട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം, പിശാച് നമുക്ക് എതിരായി ചെയ്യുന്നത് പോലും നമ്മുടെ നന്മയാക്കി ദൈവം പരിവർത്തനം ചെയ്യും. സ്തോത്രം. ഒറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം, സമയത്ത് തീരണമല്ലോ. പൗലോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടത് സുവിശേഷത്തിൻ്റെ വ്യാപ്തി തടയാനാണ്, പൗലോസിനെ നിരാശനാക്കാനാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷെ നിരാശനായില്ലെന്ന് മാത്രമല്ല, വ്യാപ്തി തടയപ്പെട്ടുമില്ല. പൗലോസ് കാരാഗ്രഹത്തിൽ പടന്ന് പറഞ്ഞ് സന്തോഷിപ്പീൻ. ഇതേ കാര്യം തന്നെ പിന്നെയും പറയുന്നു. നിന്റെ വായിലൂടെ നിരാശയുടെ വാക്ക് വരരുത്. പ്രതിസന്ധിയുടെ വേളയിൽ പ്രശ്നങ്ങൾ, അയ്യോ ഞാൻ കരഞ്ഞു, പ്രാർത്ഥിച്ചു, ഓടി, സ്തോത്രകാഴ്ച കിട്ടുമോ, എനിക്കിത് വന്നല്ലോ എന്ന് പറയരുത്. പിശാച് നിരാശനാക്കാൻ നോക്കുമ്പോഴും നിന്റെ വായിൽ നിന്ന് വരേണ്ടത് ദൈവ പുകഴ്ചയുടെ വാക്കുകളായിരിക്കണം. ഒന്ന്, നിരാശനായില്ല. രണ്ട്, അതായത് കാരാഗ്രഹത്തിലിട്ടത് സുവിശേഷത്തിന്റെ വ്യാപ്തി തടയാനാ. പക്ഷെ കാരാഗ്രഹത്തിൽ നിന്ന് ആ വയോവൃദ്ധൻ കുത്തിക്കുറുക്കിയായിരുന്നു. 4 ലേഖനങ്ങൾ, പ്രിസൺ എപ്പിസ്റ്റൽസ്, കാരാഗ്രഹ ലേഖനങ്ങൾ. ഏതൊക്കെയാ? എഫേസ്യ ലേഖനം, കൊലോസി ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലമോന്റെ ലേഖനം, ഈഡിറ്റ് ലേഖനം. ഈ ചെളിയിൽ വളരുന്നതിൻ്റെ മനോഹാരിത വലുതാണ്, മുള്ളിൽ വിടരുന്നതിൻ്റെ സൗരഭ്യം വലുതാണ്. ഈ വയോധികൻ കാരാഗ്രഹത്തിൽ ചെന്നിട്ട് ഈടിറ്റ 4 ലേഖനം, എന്തോ ലേഖനങ്ങളാ. എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഫിലിപ്പിയ ലേഖനവും ഫിലോമോന്റെ ലേഖനവും എഴുതി. ഇങ്ങോട്ട് നോക്കിയേ, ഈ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ 5 അടിയോ 6 അടിയോ മാത്രം കഷ്ടിച്ചൊരാൾക്ക് കിടക്കാവുന്ന ഒരു പെട്ടിയുടെ വലിപ്പമുള്ള ഈ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ്. ഒരു കാൽ അവിടെയും കെട്ടി, ഒരു കാൽ ഇവിടെയും ചങ്ങല ഇട്ടിരിക്കുകയാണ്, കയ്യും ചങ്ങലയില്ല. പക്ഷെ അവിടെ ഇരുന്നത് എങ്ങനെ എഴുതിയെന്നറിയില്ല, ഇത് കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ മോനെ, അവിടെ റോമൻ ഭരണാധികാരികൾ വരുന്നില്ലേ? പട്ടാളക്കാർ കാവലില്ലേ? ജയിലുദ്യോഗസ്ഥർ കാവലില്ലേ? പക്ഷെ ഈ വയോധികൻ കുത്തിക്കുറിച്ചുകൊണ്ട് എന്തെന്ന് പിശാചിന് മനസ്സിലായില്ല, പടയാളികൾക്ക് മനസ്സിലായില്ല, അധികാരികൾക്ക് മനസ്സിലായില്ല. അഭിഷക്തൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈടിറ്റ 4 ലേഖനങ്ങൾ പുറത്തു വന്നു. ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ ദൈവം ഒരുക്കി. അത് നഷ്ടപ്പെടാതെ വാങ്ങിക്കൊണ്ട് അവർ ഓടി. സ്തോത്രം. എന്നെ അതിശയപ്പെടുത്തുന്നത്, ഹല്ലേലൂയ, റോമൻ ഭരണാധികാരിയുടെ മൂക്കിന് താഴെയിരുന്ന് ഈ അഭിഷേകമുള്ളവൻ ഈ ലേഖനം എഴുതിയത് പിശാച് കണ്ടില്ല, അത് തടയാനവന് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാം, പിശാച് കാണാത്തൊരു മറവിടം ദൈവം തന്റെ ഭക്തന് വേണ്ടി ഒരുക്കും. ശക്തിയോട് സ്തോത്രം പറഞ്ഞാട്ട്, പിശാച് കാണാത്തൊരു ഒളിവിടം നിനക്കും നിന്റെ ദൈവം ഒരുക്കും. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കൂ കുഞ്ഞ്. ആത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന രാത്രി. സ്തോത്രം. ഏലിയാവിനെ കണ്ടപ്പോ ഉപദിയാവ് പറഞ്ഞു, എൻ്റെ യജമാനൻ നിന്നെ അന്വേഷിക്കാത്തൊരിടമില്ല. ഏലിയ അവിടെ പോയി. പാസ്പോർട്ട് ഉണ്ടായിരുന്നോ? വിസ ഉണ്ടായിരുന്നോ? വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നോ? എങ്ങും പോയില്ല. ഹാഗാവിന്റെ മൂക്കിന്റെ താഴെ ഏലിയാവ് ഉണ്ടായിരുന്നു. പക്ഷെ അവനെ കാണാനോ തൊടാനോ അവന് കഴിഞ്ഞില്ല. ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ പറയാം, പിശാചിന്റെ വെല്ലുവിളി കേട്ട് നീ ഭയപ്പെടരുത്. ഈ സഭയോടും ദൈവത്തിന്റെ അഭിഷക്തനോടും ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ശത്രുവിന്റെ മുമ്പിൽ ഒരു മറുപടി ഒരുക്കാൻ എന്റെ ദൈവം ശക്തനത്രേ. ശക്തിയോടെ കരമടിച്ചോ, വാ തുറന്നോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ.
പിശാചിന്റെ മൂക്കിന് താഴെ അവൻ കാണാത്തൊരു മറവിടം, അവൻ കാണാത്തൊരു ഒളിവിടം ദൈവം നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കും. നീ ഭാരപ്പെടുവൊന്നും വേണ്ട. വിളിച്ച ദൈവമാണോ, ശുശ്രൂഷ നൽകിയ ദൈവമാണോ, ദൂത് നൽകിയ ദൈവമാണോ, അത് നഷ്ടപ്പെടാതെ എത്തിക്കേണ്ടതൊക്കെ ദൈവം എത്തിച്ചോളും. അപ്പൊ എതിരായി ചെയ്യുന്നതും അനുകൂലമാക്കും. പിശാച് വിചാരിച്ച കാരാഗ്രഹം ഇട്ട ഇടപാട് തീർന്നെന്നാ, പക്ഷെ അവിടെ ഇട്ടോണ്ട് 4 ലേഖനം പുറത്തു വന്നേ. ദുഷ്ടപിശാചേ, നീ തൻ്റെ അഭിഷക്തന്മാർക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു, പക്ഷെ ജയം നിനക്കല്ല, ഞങ്ങളുടെ കർത്താവിനും സഭയ്ക്കുമാണ്. എല്ലാവരും ഒന്നുകൂടെ ശക്തിയോടെ, എല്ലാ മക്കളും കയ്യൊക്കെ ആടി വാ തുറന്നൊക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരി. ഹല്ലേലൂയ. Hallelujah. Jesus. പിശാചിന്റെ മുമ്പിൽ മേശയൊരുക്കും, ശത്രുവിൻ്റെ മുമ്പിൽ മേശയൊരുക്കും. എനിക്കറിയില്ല അവനെ യൂത് കർത്താവ് ഇവിടെ നിർത്തുക പിടിച്ച്. ആഗാവിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ ഏലിയാവിനെ പ്രൊട്ടക്ട് ചെയ്ത ദൈവം, റോമൻ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ തന്റെ അഭിഷക്തനെ പ്രൊട്ടക്ട് ചെയ്ത ദൈവം, ഈ സഭയോടും ദൈവദാസന്മാരോടും ഞാൻ പറയുന്നു, പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പിശാചിന്റെ മൂക്കിന്റെ തുമ്പിൽ ദൈവം തന്റെ അഭിഷക്തനെ സഭയെ കാക്കും. ശക്തിയോടെ കരയുയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. ഈ ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാം തിരുവെഴുത്ത് നിവൃത്തിയാണ്. ഈ വക്ഷയം തീർക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കർത്താവിൻ്റെ ആത്മാവ് വേറെ ലെവലിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 വാക്യങ്ങൾ വായിച്ചാൽ, നമ്മുടെ കർത്താവിനെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിലാത്തോസ് പടയാളികളോട് പറഞ്ഞു, ക്രൂശിൽ കിടക്കുന്നവരുടെ കാല് തല്ലി ഓടിക്കാൻ പറഞ്ഞു. കാരണം അവർ രക്തം വാർന്നു മരിക്കണം. പിറ്റേ ദിവസം ശബത്താണ്. ശബത്തിൽ യഹൂദന്മാർ ഡെഡ് ബോഡിയെ തൊടില്ല. അതുകൊണ്ട് അന്ന് തന്നെ അവർ മരിക്കണം. അതിന് വായിക്കുന്നേരാ എടുത്തു വെച്ചോണേ. അന്ന് തന്നെ മരിക്കാൻ വേണ്ടി പോയി കാൽമുട്ട് തല്ലി ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ പടയാളികൾ വന്നു. കർത്താവിൻ്റെ ഇങ്ങേ സൈഡിൽ കിടന്ന കള്ളൻ്റെ കാല് തല്ലി ഓടിച്ചു, അങ്ങേ സൈഡിൽ കിടന്നവൻ്റെയും കാല് തല്ലി ഓടിച്ചു. നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞതിനാൽ, ആരാ വായിക്കുന്നേ? എന്തേ വായിക്കാൻ കൊടുത്തത്? ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. അവനെ ഓടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ, മോളെ അവിടെ നിൽക്കുക. ആരാ വായിക്കുന്ന? ഞാൻ കണ്ടില്ല. മോളെ നിങ്ങൾ വിളിക്കുക ആരാലും. അപ്പൊ അവനങ്ങ് പോയാ പോരെ? കാൽമുട്ട് തല്ലി ഓടിക്കാൻ വന്നവനെ അത് ചെയ്താ പോരായോ? പീലാത്തോസ് പറഞ്ഞോ നീ കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തണമെന്ന്? അവന് പോയാ മതി. പക്ഷെ അവൻ പോയില്ല. മരിച്ച കർത്താവിൻ്റെ വിലാപ്പുറത്തേക്ക് അവൻ കുന്തം കുത്തി ഇറക്കി. അപ്പോൾ രക്തവും വെള്ളവും വന്നു. അതിൻ്റെ അർത്ഥം ഈ ശരീരത്തിൽ നിനക്കായി ഇനി നൽകാൻ രക്തമില്ല. വിട്ടില്ല. യോഹന്നാൻ എഴുതി വെച്ചു, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു. കണ്ടില്ലേ? അടുത്ത വാക്യം. അങ്ങോട്ട് പോയ പടയാളി തിരിച്ചു വന്ന് എന്തിനാ കുത്തിയേ? അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന മറ്റൊരുത്ത് തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ അങ്ങനെ. കർത്താവ് അറിയാതൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പല കൺവെൻഷൻ വേദിയിലും ചോദിക്കാറുണ്ട് മറ്റു വിഷയം പ്രസംഗിക്കുമ്പം. ഇന്നിപ്പം ഏപ്രിൽ മാസം 1-ാം തീയതി വെഡ്ഡി ദിനമായിരുന്നു. പലരും മറന്നുപോയെന്ന് തോന്നുന്നു. ഏപ്രിൽ ഫുളിൻ്റെ ദിവസമാണ്. ഏപ്രിൽ 1.
2026 ഏപ്രിൽ 1. ഇന്ന് രാത്രി ഇവിടെ വന്നവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, 2027 ഏപ്രിൽ മാസം 1 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ 7:32 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് കാണുമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള എത്ര പേരുണ്ട് ഇവിടെ? അടുത്ത വർഷം ഇതേ സമയത്ത് ഇന്ന സ്ഥലത്ത് ഞാൻ കാണുമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത 6 മാസം കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് കാണുമെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അടുത്ത മാസം മെയ് മാസം 1-ാം തീയതി 7:30 ഇന്നിടത്തുള്ള കാണുമെന്ന് പറയാനൊക്കുമോ? ഇല്ല. അടുത്ത ആഴ്ച ബുധനാഴ്ച രാത്രി 7:30 ഇന്നിടത്ത് കാണുമെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. നാളെ രാത്രി ഇതുപോലെ ജീവനോടുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. പിന്നെന്തിനാ വ്യാകുലപ്പെടുന്നത്? പിന്നെന്തിനാ അഹങ്കരിക്കുന്നത്? നാം ആകുന്ന ദൈവത്തിൻ്റെ കൃപയാ. ഒരു പ്രധാനമന്ത്രിക്കും കഴിയില്ല, ഒരു പ്രസിഡന്റിനും കഴിയില്ല, ഒരു നേതാവിനും കഴിയില്ല. അതുകൊണ്ട് തമ്പുരാൻ എന്നോട് നേരത്തെ പറഞ്ഞു, മൂക്കിൽ ജീവശ്വാസമുള്ളവനെ വിട്ടൊഴിയുക. ഇവനെ ഭയപ്പെടാൻ എന്നാ? ദൈവത്തിൻ്റെ വചനപ്രകാരമല്ലാതെ ഇന്ന് വരെ ഒരുത്തിനെയും ഭയപ്പെട്ടിട്ടില്ല, ഇനിയും ഭയപ്പെടത്തുമില്ല. കാരണം എൻ്റെ കർത്താവ് അവരുടെ എല്ലാം ജീവശ്വാസം കൈവശമുള്ളവനെയാണ് ഞാൻ സേവിക്കുന്നത്. ഓ, കൈ ഉയർത്തിയാട്ടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞ്. പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പോൾ ഒരു പ്രവചനം. ഇന്ന് ഞാൻ എടുത്ത വിഷയം തീർക്കാൻ കൂടെ സമയം വേണം, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മടങ്ങാൻ വരാം പെട്ടെന്ന്. അപ്പോൾ ഈ കർത്താവിൻ്റെ ജീവിതത്തിൽ തിരുവെടുത്ത് നിവർത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു. കർത്താവ് എപ്പോഴും ഓരോന്ന് പറയാം. അടുത്തത് 19-ാം തീയതി അടുത്തത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു. കർത്താവിനെ ക്രൂശിച്ചിട്ട് ഡെഡ് ബോഡി കിടക്കുക, എന്നെ നോക്കിയിരിക്കണം, ഡെഡ് ബോഡി കിടക്കുക. ഇവന്മാരെല്ലാം ഓടിപ്പോയി, കർത്താവിൻ്റെ കൂടെ നിന്നവനെല്ലാം പോയി. ഞാൻ ചിലപ്പോൾ അത് വായിച്ച് കരയും. യേശു കർത്താവിൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുന്നു. അപ്പം തിന്നവനും അത്ഭുതം കണ്ടവനും മരിച്ചിട്ട് ഉയർത്ത് കിട്ടിയവനും എല്ലാം ഓടിപ്പോയി. കുറച്ച് നേരത്തേക്ക് ഞാൻ അവിടെ നോക്കുമ്പോൾ ഞാൻ കരയും. സത്യം പറയാം, നിങ്ങൾ കാണുന്നല്ലോ, ഞാനിത് ജീവിക്കുക, എൻ്റെ പ്രസംഗം ജീവിതമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത്ര വേദിപ്പെട്ട റിക്കാർഡ് പോവുക. തൻ്റെ ഇടത്തോടെ പറയുന്നത്, ഞാൻ കണ്ണ് നിറഞ്ഞ് പ്രസംഗിക്കാൻ കാരണം എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം എൻ്റെ പ്രസംഗമാണ്. ഇതെത്ര വേദി ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഞാൻ എൻ്റെ കർത്താവിനെ ഉയർത്തുന്നു. ജീവിതം പ്രസംഗവും, പ്രസംഗവും ജീവിതവുമാണ്. കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം എന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവിൻ്റെ കൂടെ നടന്നവനെല്ലാം ഓടിപ്പോയി. ആ ഡെഡ് ബോഡി ക്രൂശിൽ കിടക്കുന്നു. അന്ന് 6 മണിക്ക് മുമ്പ് ആ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി അടക്കിയില്ലെങ്കിൽ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ പലതും തെറ്റും. ഒന്നാമത്തെ പ്രവചനം, തൻ്റെ പരിശുദ്ധനെ ദിനബദ്ധം കാണാൻ അവൻ സമ്മതിക്കുകയില്ല. രണ്ടാമത്തെ പ്രവചനം, അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എല്ലാവരും ഓടി. പിശാചിനെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. ഒന്ന് കാണട്ടടാ, സമ്പന്നന്മാരോടെ അടക്കുന്നത് കാണട്ടടാ. എല്ലാവരും ഓടി. അതും പ്രവചനമാണ്. എന്നെ നോക്കൂ, ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു, ഇത്ര ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷക്തൻ ഛേദിക്കപ്പെടും, ഇടയനെ വെട്ടും, ആടുകൾ ചിതറും. അവിടെ എഴുതിയിരിക്കുന്ന അവൻ ആരുമില്ലെന്ന് വരും. എനിക്ക് വളരെ ഇഷ്ടം. ഞങ്ങളൊക്കെ ഇതിലൂടെ പോയിട്ടുള്ളതുകൊണ്ട് ഈ പ്രസംഗിക്കുമ്പോൾ മനസ്സിലാവും, അവൻ ആരുമില്ലെന്ന് വരും. ആരുമില്ലെന്ന് വരും. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞു, രാത്രിയിൽ ഇടയൻ പിടിക്കപ്പെടും, എല്ലാവരും ഓടിപ്പോവും, എന്നെ ഏകനായി വിട്ടിട്ട് നിങ്ങളെല്ലാവരും വീട് പോവും. എന്നിട്ട് അടുത്ത പദം പറഞ്ഞേക്കണോ വെച്ചാ, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. ആ കൈ ഉയർത്തി പറയുന്നേ, ഞാൻ ഏകനല്ലതാനും. എല്ലാവരും പോവും. പക്ഷേ എന്നെ വിളിച്ച കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും.
സുവിശേഷ വേലയിൽ ഇറങ്ങിയ നാൾ മുതൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, കർത്താവ് മാത്രമേ അച്ഛാ കൂടെ കാണല്ലേ അച്ഛാ. മണക്കാരയിലും പല ബൈബിൾ കോളേജ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് വിളിച്ചിട്ട് എനിക്ക് നേരമില്ല. അവിടെ വിസിറ്റിങ്ങിന് ചെല്ലും പ്രസംഗിക്കാൻ 1-2 ദിവസങ്ങളിൽ ഈ കോളേജുകളിൽ. ഞാൻ ചെറുപ്പക്കാരോട് പറയും, മക്കളെ സംഘടന കൂടെ കാണുമെന്നും പറഞ്ഞ്, പ്രസ്ഥാനം കൂടെ കാണുമെന്ന് പറഞ്ഞ്, നേതാക്കൾ കൂടെ കാണുമെന്ന് പറഞ്ഞ് വിശേഷ വേല ചെയ്തത്. ഇവരെല്ലാം നിന്നെ വിട്ടുപോകും, ഒറ്റിക്കൊടുക്കും, കാലുവാരും, കൈവിടും. പക്ഷെ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് നീ ഏകനല്ലതാൻ. ഒന്ന് ശക്തിയോടെ കരമൊക്കെ അടിച്ചോ, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു, വാ തുറന്ന് പറഞ്ഞു. ആരെയും കണ്ടോണ്ട് വിശ്വാസത്തോടെ നിൽക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയാ, നിന്നെ കൂട്ടായ്മ നിർത്തേണ്ടത് പാസ്റ്ററുടെ സ്നേഹമല്ല, സഹവിശ്വാസിയുടെ സ്നേഹമല്ല, നിന്റെ വീണ്ടെടുപ്പുകാരന്റെ സ്നേഹമത്രേ. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അനുഗ്രഹീതനായൊരു ദൈവദാസനെ ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ആരെയും മുഖത്ത് നോക്കി പോരുതെന്നും പറഞ്ഞ ആളല്ല. ഇപ്പോഴാണ് എനിക്ക് കുറേയും കൂടെ ശൗര്യം കൂടിയിരിക്കുക വിസയുള്ള ബന്ധത്തിൽ. അതെൻ്റെ കെയറിങ്. ഞാൻ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ പല കാര്യം ഇവിടെ കാണും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടിരിക്കുക, ഇതൊക്കെ ചിലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവിടെ സത്യം പാസ്റ്റേ, ആ ദർശനമാണ് വളരെ കെയറിങ്. ഞാൻ 365 ദിവസം ഉണ്ട്, 260 ദിവസം വീട്ടിലില്ല. എങ്കിലും എൻ്റെ ചർച്ചക്കാരോട് ചോദിക്കണം എങ്ങനെയാണ് ഞാൻ അവരോടൊന്ന്. കെയറിങ്ങാണ്. പക്ഷെ വിശ്വാസിയോട് ഞാൻ പറയാം, നീ ദൈവകൃപയിൽ നിൽക്കേണ്ടത്, പ്രൈസ് ലോർഡ്, സഹവിശ്വാസിയുടെ സ്നേഹം നിമിത്തമാകരുത്, ദൈവദാസന്മാരുടെ സ്നേഹം നിമിത്തമാകരുത്. നിന്നെ കൃപയിൽ പിടിച്ചു നിർത്തേണ്ടത് നിനക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെ നൽകിയ നിന്റെ പ്രാണപ്രിയന്റെ സ്നേഹമായിരിക്കണം. സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഞാനിവിടെ നിൽക്കുന്നത്, നിർത്തേണ്ടത്, എന്നെ ഇവിടെ ബന്ധിപ്പിച്ച് നിർത്തേണ്ടത് എൻ്റെ പ്രാണപ്രിയന്റെ സ്നേഹമത്രേ. അവൻ ആരുമില്ലെന്ന് വരും, എല്ലാവരും വിട്ട് ഓടിപ്പോകും. ഡെഡ് ബോഡി കിടക്കുകയാണ്. പല കൺവെൻഷൻ ചെയ്ത് പ്രസംഗിച്ചിട്ട് എനിക്ക് പ്രസംഗം തുടരാൻ കഴിയാതെ പോയി. ആരുമില്ലെന്ന് വന്നു, അനാഥശവം പോലെ എൻ്റെ കർത്താവിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നു. 6 മണിക്കുള്ളിൽ ഡെഡ് ബോഡി ഏറ്റുവാങ്ങിയില്ലേ പിന്നെ അവർ തൊടില്ല. അങ്ങനെ ആ നിയമം ആവർത്തന പുസ്തകത്തിലൊക്കെ ഉണ്ട്. പിന്നെ ശബത്തേൽ അവർ തൊടില്ല. ശബത്തിൽ തൊട്ടാ അശുദ്ധന. പിന്നെ അത് കിടന്ന് അളിയും ചീയും, കഴുകന്മാർ കൊത്തിപ്പറിക്കും. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന ദൈവമക്കളെ, നിങ്ങളുടെ ആരുടെയും പേരും വീട്ടുപേരുമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, അല്പസമയത്തേക്ക് ചിലപ്പോൾ നിനക്കാരുമില്ലെന്ന് വരും, നിനക്കാരുമില്ലെന്ന് തോന്നും. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, നിനക്കാരുമില്ലാതെ വരില്ല. ഓ ഷറകമ സംധന, നിനക്കാരുമില്ലാതെ വരില്ല. കരമടിച്ച് പിശാചി കേൾക്ക പറ, എനിക്കാരുമില്ലാതെ വരില്ല. ആരെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. മക്കൾ നോക്കിയില്ലേലും, മരുമക്കൾ നോക്കിയില്ലേലും, കൊച്ചപ്പൻ നോക്കിയില്ലേലും, ചിറ്റപ്പൻ നോക്കിയില്ലേലും, ആരൊക്കെ കൈവിട്ടാലും, ആര് നോക്കിയില്ലേലും എൻ്റെ ദൈവം ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരുക്കും. സമയത്ത് ദൈവം ആരെങ്കിലും ഒരുക്കും. ഇപ്പം വായിച്ച അടുത്ത വീട്ടിൽ പോയി നോക്കണം. അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ധനവാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനും നീതിമാനുമായ യോസഫ് എന്ന ധനവാൻ. സ്തോത്രം അല്ലേ, നല്ല എഴുതിയിരിക്കുന്നേ. ധൈര്യപ്പെട്ടു വന്ന് പീലാത്തോസ് ഡെഡ് ബോഡി ചോദിച്ചു. അവൻ ചോദിക്കാത്ത സമയം എടുത്തുകൊണ്ട് പോക്കോടാ, വിട്ടുകൊടുത്തു. ഞാൻ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ, ഈ ചർച്ചകോടിൻ്റെ കൺവെൻഷനിൽ, ജനറൽ കൺവെൻഷൻ 101 കൺവെൻഷൻ പ്രസംഗം, നിങ്ങൾ ആരിലൊക്കെ കേട്ടോന്ന് എനിക്കറിയില്ല. ആ ഭൂത ഭയങ്കരമായി ഓരോ സെൻറ്റൻസിലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്താൻ തുടങ്ങി. അത് ഓരോന്നും ഒരു 10 20 കട്ടിങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ടടാ, പത്രോസായിരുന്നു ഈ ഡെഡ് ബോഡി അടക്കേണ്ടത്, പത്രോസായിരുന്നു കൊണ്ടുപോയത്, പത്രോസായിരുന്നു കൊണ്ടുപോകേണ്ടത്. അവൻ കാലുമാറി, അവൻ കൈവിട്ടു, അവൻ ഓടിപ്പോയി. പത്രോസേ, നീ ഓടിയത് നന്നായി, നീ കൈവിട്ടത് നന്നായി. അതുകൊണ്ട് ദൈവം ആമ്പിള്ളാരെ കാര്യസാധ്യനായി ഒരുക്കി വെച്ചു. ഇന്ന് രാത്രിയിൽ ഹോളിൽ വന്ന ദൈവവേദരെ, ചിലരൊക്കെ നിന്നെ കൈവിടുന്ന നല്ലതിനാ, ചിലരൊക്കെ നിന്നെ കൈയൊഴിയുന്ന നല്ലതിനാ. കാര്യപ്രാപ്തിയുള്ളവനെ ദൈവം നിന്റെ കാര്യം ഏൽപ്പിക്കും.
ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ. നിന്റെ തലമുറയെ ചിലർ കൈവിട്ട് നല്ലതാ, സഹായിക്കാമെന്ന് പറഞ്ഞവർ, ഗൾഫിൽ കൊണ്ടാവെന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ, റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞവർ തക്ക സമയത്ത് കൈയൊഴിഞ്ഞോ, കാലുകയറിയോ, കൈവിട്ടോ, നല്ലതിനാ. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, നിന്റെ തലമുറ ഉയർത്തിയത് ഇവരാരുമല്ല, എന്റെ ദൈവമാണെന്ന് പറയണം. നീ പ്രതീക്ഷിച്ചിരുന്ന ചില വാതിലൊക്കെ അടഞ്ഞോ? ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു, സമയത്ത് മോടെ കല്യാണത്തിന് പൈസ തരാമെന്ന് പറഞ്ഞു, കടം മാറാൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു, എല്ലാം കൈയഴിഞ്ഞു. അതുകൊണ്ട് അതിനകത്ത് ഇന്ന് വന്നത് നീ. അതുകൊണ്ടാണ് ഇന്ന് ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ചിലരൊക്കെ നിന്നെ കൈ ഒഴിയുന്നത് നല്ലതിന്. കൈ ഏൽക്കണ്ടവന്റെ കയ്യിൽ ദൈവം കാര്യം കൈയേൽപ്പിക്കും. ഓ യേശുവിന്റെ നാമത്തിൽ നിന്നെ ചില കൈയൊഴിഞ്ഞ നല്ലതാന്ന് പറ. അവർ കൈവിട്ട നല്ലതിനാന്ന് പറ. ദൈവം കാര്യം പരമേൽപ്പിക്കവന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. പത്രോസേ, നീ എൻ്റെ കർത്താവിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി എവിടെ അടക്കിയേനെ? കടത്തീരത്ത് കൊണ്ട് അടക്കിയേനെ. അല്ല, എവിടാ സ്ഥലം? പത്രോസ് ഓടിയത് നന്നായി, കൈയൊഴിഞ്ഞ് നന്നായി. കഴിവുള്ള ഒരുവൻ്റെ കയ്യിൽ ദൈവം കൊടുത്തു. ഞാനൊന്നുകൂടെ പറയാം. നിന്നെ സഹായിക്കാവുന്ന പറഞ്ഞ ചിലരെ സമയത്ത് കഴിഞ്ഞൊഴി നിനക്ക് ദുഃഖം ഉണ്ടായിരിക്കാം, ഭാരപ്പെടുകൊണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാ പല ദൈവമക്കളുടെ അനുഭവമാണ്. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, എൻ്റെ ദൈവം നിന്നെ ഉയർത്തി. എൻ്റെ ദൈവം നിന്റെ തലമുറ ഉയർത്തി. അവര് പറഞ്ഞേനെ അല്ലേ അവരാ ഉയർത്തിയെന്ന്, അവരാ സഹായിച്ചെന്ന്. അവരാരുമല്ല എന്നെ ഉയർത്തി, എൻ്റെ ദൈവം. സ്തോത്രം, 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 സ്തോത്രം. യോസഫിനെ പൊട്ടക്കിണറ്റിൽ, ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗം എടുത്തതങ്ങ് മാറി കുറിച്ചു കൊടുത്തതൊക്കെ പോവാ. അതാ പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരവും പ്രാർത്ഥനയുടെ കിന്നവരുടെ മടിവിൽ നിന്നാലുമുള്ള പ്രത്യേകത. യോസഫിനെ അവർ പിടിച്ച് കൊല്ലാൻ തുടങ്ങുമ്പോൾ ഒരാൾ ഇടപെട്ടു. ആരാ? രൂബേൻ. അവനെ വിൽക്കാൻ ഒരാൾ ഇടപെട്ടു, യഹൂദ. അതാ ഞാൻ പറഞ്ഞ, നിനക്കാരുമില്ലാതെ വരില്ല. ദൈവം ആരെയെങ്കിലും തക്ക സമയത്ത് എവിടെയെങ്കിലും നിനക്ക് വേണ്ടി ഒരുക്കി വെക്കും. ജീസസ്. രൂബേൻ പറഞ്ഞു, നമുക്ക് കൊല്ലണ്ട, ഇവനെ പിടിച്ച് കിണറ്റിലിടാം, അവിടെ കിടന്ന് ചത്തോട്ടെ. പക്ഷെ രൂബേന്റെ ഉള്ളിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ സഹോദരന്മാർ കാണാതെ മോനെ ഇവനെ വീട്ടിൽ കൊണ്ട്. ഇപ്പോൾ സഹോദരന്മാർ വിചാരിച്ച് അവിടെ കിടന്ന് ചാകട്ടെ, നമ്മൾ കൊന്നെന്ന് വേണ്ട. ഒന്നുകൂടെ പറയാം, യോസഫിനെ സഹോദരന്മാർ കിണറ്റിൽ വേട്ടി വലിച്ചിട്ടത് സിംഹാസനത്തിക്കാനല്ല, അവിടെ കിടന്ന് ചാകാനാ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയാം, നിന്റെ ദർശനമില്ലാതാക്കാൻ, നിന്റെ വെളിപ്പാടില്ലാതാക്കാൻ, നിന്റെ തലമുറയുടെ ദർശനമില്ലാതാക്കാൻ ദുഷ്ടപിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഓ പോരാ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദുഷ്ടപിശാചികൾക്ക് ആത്മാവിൽ അരച്ചു പറ, എന്റെ തലമുറയുടെ ദർശനമില്ലാതാക്കാൻ, എന്റെ ദർശനമില്ലാതാക്കാൻ ദുഷ്ടപിശാച് ഒരുക്കുന്ന പൊട്ടക്കിണറ്റുകൾ എന്റെ തലമുറയുടെ, എന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി ദൈവം മാറ്റും. രൂപം പിടിച്ചിട്ടത് എന്തിനായിട്ട്? സഹോദരന്മാർ കാണാതെ യോസഫിനെ അപ്പൻ്റെ അരികിലെത്തിക്കാൻ. ഇവിടെ ഞാൻ ചോദിക്കുന്നതേ, ഈ മിദ്യാന് കച്ചവടക്കാർ വന്നപ്പോൾ ഈ പുള്ളി എവിടെ പോയി? അല്ല, ഒന്ന് പറ, എവിടെ പോയി? എവിടെ പാനായി കാട്ടി? ദൈവം മാറ്റിക്കളഞ്ഞു. കാരണം രൂപേൻ അവിടെ ഉണ്ട്, കച്ചവടം നടക്കില്ല.
കച്ചവടം നടന്നില്ലെങ്കിൽ മിസ്രൈമിലെത്തില്ല, മിസ്രൈമിലെത്തിയില്ലെങ്കിൽ സിംഹാസനം ഇരുത്തില്ല. തമ്പുരാൻ മാറ്റിക്കളഞ്ഞു, തമ്പുരാൻ മാറ്റി. അതിൻ്റെ അർത്ഥം, രൂപേനെ നീ യോസഫിനെ സഹായിച്ചാൽ തിരിച്ചപ്പൻ്റെ വീട്ടിൽ കൊണ്ട് കയറ്റും. പക്ഷെ എൻ്റെ തമ്പുരാൻ, എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, എൻ്റെ അപ്പച്ചൻ യോസഫിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയതേ തിരിച്ചവിടെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിൽ കൊണ്ടിരുത്താനാ. പോരാ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക. തിരിച്ച് വീട്ടിൽ കൊണ്ട് കയറ്റാനല്ലെന്ന്, നിന്നെ അവിടുന്ന് പിടിച്ചിറക്കിയത് ഒരിടത്ത് കൊണ്ട് എത്തിക്കാനാ. സോദരം, ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ. ദൂത് സ്റ്റേജിരിക്കുമ്പോൾ കർത്താവ് ദൂത, അതായത് തമ്പുരാൻ നിന്നെ ഒരിടത്ത് എത്തിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചേട്ടൻ്റെ ഒത്താശ വേണ്ട, അതിന് സഹോദരന്റെ കൈത്താങ്ങല് വേണ്ടെന്നേ. ദൈവം നിന്നെ കുറിച്ച് ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുത്തന്റെ ഒത്താശ എന്റെ ദൈവത്തിന് വേണ്ട. ഇവനെല്ലാ കാലുവാരിയാലും ദൈവം എത്തിച്ചിരിക്കും. ശക്തിയോടെ കരമടി വേണ്ടടേ, നിന്റെ ഒത്താശ വേണ്ടടേ. ദൈവം കണ്ടവനെ എവിടെ എത്തിക്കണോ ദൈവത്തിനറിയാം, അവിടെ അവൻ എത്തിക്കും. ആരും ഒത്താശ ചെയ്തില്ലെങ്കിലും, ആരും സഹായിച്ചില്ലെങ്കിലും, ആരെല്ലാം കാലും അറിയാലും, സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കണമേ. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. 22-ാം സങ്കീർത്തനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ മൃഗങ്ങളോട്, ഹിംസജന്തുക്കളോട് ഉപമിക്കുകയാണ്. 22-ാം സങ്കീർത്തനത്തിൽ ക്രൂശിൻ്റെ ചുവടാണ് അവിടെ കാണുന്നത്, ക്രൂശാണ് അവിടെ കാണുന്നത്. ക്രൂശിലെ മൊഴികളുണ്ട് അവിടെ, എല്ലാം പറയാൻ നേരമില്ല. 12-ാം വാക്യം വായിച്ച്, അനേകം കാളകൾ എന്നെ വളഞ്ഞു, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. പിന്നെ കുബുഷയോടെ അലർന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. ഇനി സിസ്റ്റർ 16-ാം വാക്യം വായിച്ചാട്ടെ. 16-ാം വാക്യം. നായ്ക്കൾ എന്നെ വളഞ്ഞു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഇതെല്ലാം ദാവീദിനെ കുറിച്ചുള്ളതല്ല, കർത്താവിനെ കുറിച്ചുള്ളതാ. അപ്പൊ അവിടെ തുടക്കം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. 21-ാം വാക്യം നമ്മൾ വായിച്ചു, സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം. അപ്പം യേശു കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിങ്ങൾ നോക്കൂ, സിംഹം വാവളം നിൽക്കുന്നു, അനേക കാട്ടുപോത്തുക്കൾ നിൽക്കുന്നു. പിന്നെ വായിച്ച സിസ്റ്റർ 12-ാം വാക്യം എന്നാ വായിച്ചത്? നായ്ക്കൾ അല്ലെ, 12 അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. കുബുഷയോടെ അലർന്ന സിംഹം പോലെ. 16-ാം വാക്യം. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. യേശു കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഒന്ന് സിംഹം, ഏകവചനമാ, സിംഹം വാവളം നിൽക്കുന്നു. കാട്ടുപോത്തുക്കൾ നിൽക്കുന്നു, ബഹുവചനമാ, പാട്ടുപോത്തെന്നല്ല, പോത്തുക്കൾ നിൽക്കുന്നു. നായ്ക്കൾ നിൽക്കുന്നു, കാളകൾ നിൽക്കുന്നു, അതിൻ്റെ നടുവിൽ കർത്താവ് നിൽക്കുന്നു. സിംഹമാരാൻ നിങ്ങൾക്കറിയാം. പത്രോസ് ലേഖനം, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം. അപ്പം പിശാച്, സാക്ഷാൽ പിശാച്, സിംഹം. കാട്ടുപോത്തുക്കൾ വേദശാസ്ത്രികൾ പറയുന്നത് റോമൻ ഭരണാധികാരികളെയാണ്, അധികാരവർഗമാണ്. കാളകൾ യഹൂദന്റെ സിംബലാണ്. സ്വന്തം ജനമായ യഹൂദൻ കർത്താവിനെതിരായി നിൽക്കുന്നു, ഭരണാധികാരികളെതിരായി നിൽക്കുന്നു, പിശാചെതിരായി നിൽക്കുന്നു, അവൻ്റെ 1000 ദൂതന്മാർ നിൽക്കുന്നു. നായ്ക്കൾ റോമാക്കാരെ കുറിച്ചാണ്, പുറത്തുള്ള ജാതികളെ കുറിച്ചാണ്. നോക്കൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ പിശാചും അവന്റെ സകല ദൂതന്മാരും നിൽക്കുന്നു. എതിരായി ഭരണാധികാരികൾ നിൽക്കുന്നു,
പട്ടാളക്കാരെതിരായി നിൽക്കുന്നു, സ്വന്തം ജനമെതിരായി നിൽക്കുന്നു, അന്യജാതിക്കാരെതിരായി നിൽക്കുന്നു. അതിൻ്റെ നടുവിൽ നമ്മുടെ കർത്താവിന് വേണ്ടി ദൈവകരം വെളിപ്പെടുന്നു. ഇവിടെ വന്ന് ആരാധിക്കുന്ന ദൈവവൈതലേ, ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിലും, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ജയം നിനക്കത്രേ. ശക്തിയോട് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും കർത്താവുണ്ടോ, ജയം നിനക്കാ. ഞാൻ ഈ ആത്മീയ ലോകത്തിലെ അപജയങ്ങൾക്കെതിരെ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവനാണ്. അത് പക്ഷേ അകത്തേ ഉള്ളൂ, പബ്ലിക്ക് ഒന്നും ഞാൻ പ്രസംഗിക്കില്ല. അവിടെ സുവിശേഷം, പ്യുവർ ഗോസ്പൽ. അതുകൊണ്ട് എനിക്കിരിക്കാൻ നേരമില്ല, നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. അപ്പം ഞാൻ കഴിഞ്ഞ കുറേ നാളിന് മുമ്പ് വളരെ വിഷമമായി ഇതൊക്കെ കാണുമ്പം ഒരു ലേഖനം എഴുതി വെച്ചു. ഇതിനു മുമ്പൊക്കെ എഴുതുമെങ്കിൽ ഞാൻ ഒന്ന് ശങ്കിച്ചു, ഇടണോ വേണ്ടായോ. നമ്മുടെ സാങ്കുട്ടി പാസ്റ്റർ സാങ്കുട്ടി ചാക്കോട്ടിൽ എപ്പോഴും ചില ലേഖനങ്ങൾ വരും. അങ്ങനെ ഞാൻ ആ സൺഡേയിൽ പാസ്റ്ററെ വേറെ എവിടെയോ പോകേണ്ട ഒരു ദൈവദാസൻ, ഞാൻ തലേരാത്രിയോട് പ്രസംഗിക്കാൻ പോയപ്പം എൻ്റെ ചർച്ചയിൽ വന്നു കയറി. എന്നോട് ചോദിച്ചു, പാസ്റ്ററോട് ഉണ്ടോ, ഞാൻ വന്നോട്ടെ. ഞാൻ പറഞ്ഞു വന്നോരാൻ പറഞ്ഞു. അതേടുത്ത് ഞാൻ കൂടെ പ്രസംഗിക്കുന്നൊരു വിഷയം ഇത് സംബന്ധിച്ച് ഈ ചില വാക്യങ്ങളുടെയൊക്കെ അർത്ഥവും ശക്തിയൊക്കെ മാറുന്നത് വേറെ ലെവലാണ് ചില സമയങ്ങളിൽ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? അത്രയും മതി. തമ്പുരാൻ എന്നോട് ചോദിച്ചു, ഞാൻ പലവട്ടം പറഞ്ഞോടാ, നീ എടുത്ത് ആത്മാവിൻ്റെ വാള് താത്തു വെക്കരുത്. ദൈവം പറഞ്ഞാൽ എടുത്തോണം, വെട്ടിക്കോണം, താത്തു വെക്കരുത്. അത്രയും മതിയായിരുന്നു. ഇത് സംബന്ധിച്ചാം എന്തു പറയുണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. ആദ്യം മുതൽ ഇതാ പാസ്റ്റർ എനിക്ക് കർത്താവ് തന്നുകൊണ്ടിരുന്ന ദൂത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ, ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിൽ, ദൈവം നിന്നോടെ കൂടെ ഉണ്ടെങ്കിൽ ജയം നിനക്കായിരിക്കും. ലോകം മുഴുവൻ അനുകൂലവും ദൈവം പ്രതികൂലമാകുന്നതിനേക്കാൾ ലോകം മുഴുവനെതിരായാലും ദൈവം നിന്നോടുകൂടെ ഉണ്ട്, നിനക്കാ ജയം. അതാ ദാവീദ് പറഞ്ഞു, എനിക്ക് വിരോധമായി പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, നാളെ ഞാൻ പ്രസിദ്ധീകരിക്കും. കുറച്ച് കൊള്ളുന്നതായിരുന്നു, കുറേ ദൂരവ്യാപകം പോകുന്നതായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു, അയ്യോ പ്രശ്നമാ, കുഴപ്പമാ. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ. യേശു കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പിശാചെതിരായി നിൽക്കുന്നു, റോമൻ പടയാളികളെതിരായി നിൽക്കുന്നു, സ്വന്തം ജനമെതിരായി നിൽക്കുന്നു. അവിടെ വായിച്ചത് സിംഹം വാവളം നിൽക്കുന്നു, കാട്ടുപോത്തുക്കൾ നിൽക്കുന്നു. കാട്ടുപോത്തെന്ന ഏകവചനമല്ല, കാട്ടുപോത്തുക്കൾ. എന്താണ് കാട്ടുപോത്തിന്റെ പ്രത്യേകത? യോബിന്റെ പുസ്തകം 39 മുതലുള്ള വാക്യങ്ങൾ. ജോബ് ചാപ്റ്റർ 39:9. യോബിന്റെ പുസ്തകം 39:9. കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ? കാട്ടുപോത്തിനെ വഴിപ്പെട്ട് സേവിക്കുമോ? അത് നിന്റെ പുൽത്തൊട്ടിക്കരികെ രാപാർക്കുമോ? കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ നിലം നിരത്തുമോ? അതിന്റെ ശക്തി വലുതാകിയാൽ നീ അതിനെ വിശ്വസിക്കുമോ? നിന്റെ വേല നീ അതിന് പരമേൽപ്പിച്ചു കൊടുക്കുമോ? ബലമേറിയ ജീവി, ശക്തിയേറിയ ജീവി, അനുസരിക്കാത്ത ജീവി, കീഴ്പ്പെടാത്ത ജീവി. 92 സങ്കീർത്തനം 10 വാക്യം. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുന്നു. ബലമുള്ള കൊമ്പുള്ള ജീവി. സംഖ്യാപുസ്തകം 24:8. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട് ഇസ്രായേലിനെ കുറിച്ച്. അപ്പം ബലമേറിയ ജീവി, ശക്തിയേറിയ ജീവി, വലിയ കൊമ്പുള്ള ജീവി, അനുസരിക്കാത്ത ജീവി. ഇങ്ങോട്ട് നോക്കിയേ, ഈ കാട്ടുപോത്ത് കൂട്ടത്തോട് വന്നാലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആനിമൽ പ്ലാനറ്റിലൊക്കെ? പോത്തുക്കൾ ഒന്നല്ല, കൂട്ടത്തോടെ വന്നാൽ സിംഹം രക്ഷപ്പെടില്ല. നിങ്ങൾ അടിച്ചു നോക്കണം യൂട്യൂബില്. ഈയിടെ ഒരു സിംഹത്തെ, കാട്ടിലെ രാജാവായ സിംഹത്തെ ഒരു കാട്ടുപോത്ത് കുത്തി അങ്ങോട്ടിട്ട് കൊടുക്കുന്നു, മറ്റവന് കുത്തി ഇങ്ങോട്ടിടുന്നു. ഫുട്ബോൾ കളിക്കുന്ന വെച്ചാ സിംഹത്തെ. ആന കാട്ടിലെ വലിയ ജീവിയാ, ശക്തിയേറിയ ജീവിയാ. അവൻ വന്ന് ഇവന്മാരുടെ കൊമ്പുകൾക്കിടയിൽ പെട്ടാൽ രക്ഷപ്പെടില്ല. ഒന്നുകൂടെ പറയാം, കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ നിന്ന് കാട്ടിലെ രാജാവായ സിംഹം രക്ഷപ്പെടില്ല. ബലമേറിയ ജീവിയായ ആന രക്ഷപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഒരാടകപ്പെട്ടാലോ?
ഓ ശബാർക്കനിയ, ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം, കാട്ടിലെ രാജാവായ സിംഹം രക്ഷപ്പെടാത്തിടത്ത്, ബലമേറിയ ജീവിയായ ആന രക്ഷപ്പെടാത്തിടത്ത്, ദൈവത്തിൻ്റെ ആട് നീ രക്ഷപ്പെടും. ദൈവം നിന്നെ രക്ഷപ്പെടുത്തും. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്, നിന്നേക്കാൾ ശക്തന്മാർ, നിന്നേക്കാൾ പിടിപാടുള്ളവർ, നിന്നേക്കാൾ സ്വാധീനതയുള്ളവർ, നിന്നേക്കാൾ സമ്പത്തുള്ളവർ അകപ്പെട്ടിട്ട് രക്ഷപ്പെടാത്തിടത്ത് നിന്ന് ബലഹീനനായ നിന്നെ, മുട്ടുമടക്കുന്ന നിന്നെ, ദൈവത്തിൽ കരയുന്ന നിന്നെ ദൈവം രക്ഷപ്പെടുത്തും. ഹോ ശക്തവറിയ, കരമടിച്ച് ശക്തിയോട് വാതുറും ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓരോ വാക്കും പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുകയാണ്. പലരും പട്ടുപോയിടത്ത് ദൈവം നിന്നെ രക്ഷപ്പെടുത്തും. നീ ദൈവം നിന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. ഉന്നതന്മാരകപ്പെട്ടിടത്ത്, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തിടത്ത് നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചു. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയും, ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ട് ഇവിടെ നിൽപ്പാൻ കഴിയാതെ കൊച്ചുങ്ങളെ കൊന്ന് പലരും ചത്തപ്പോഴും ഈ ഗ്രൗണ്ടിൽ, ഈ ഹോളിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദനെ, വലിയ പ്രശ്നങ്ങൾ വന്നിട്ടും നീയും നിന്റെ കുഞ്ഞുങ്ങളും ചാകാഞ്ഞത് ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകമാണ്. വേദവസൊരു വാക്യമുണ്ട്, ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. അതിന്റെ അർത്ഥം എന്താ? ദുഷ്ടന് വേദനയുണ്ട്, രക്ഷിക്കപ്പെട്ട നിനക്കും വേദനയുണ്ട്. അവന് കടഭാരമുണ്ട്, നിനക്കും കടഭാരമുണ്ട്. അവൻ അപമാനമുണ്ട്, നിനക്കും അപമാനമുണ്ട്. അവന് രോഗമുണ്ട്, നിനക്കും രോഗമുണ്ട്. എന്നാൽ അവനില്ലാത്തതൊന്ന് ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. കഷ്ടതയിൽ ദയ, അപമാനത്തിൽ ദയ, ദുഃഖത്തിൽ ദയ, ആക്ഷേപത്തിൽ ദയ, ദൈവത്തിന്റെ ദയ എന്നെ എന്റെ കുഞ്ഞുങ്ങളെ ചുറ്റിയതിനാൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും ഈ രാത്രി വരെ ബലത്തോടിരിക്കുന്ന പറയാൻ, ജീവനോടിരിക്കുന്ന പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ശക്തിയോടെ കരമടിച്ച് ആത്മാവിൽ ആരാധിച്ചാണ് എല്ലാവരും. Abana Ragadania, Hatuna, Rabalshania, Hamdunia, Luna Mana, Ragadunia, Hatuna, Ravuda, Shamta, Rigana, Udama, Ragala, Ragadana, Hudana, Shamparia, Lunama, Shaporia, Namasaya. Sotram. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കണമേ. കാട്ടുപോത്തുക്കളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമല്ലോ. ഈ രാത്രി ഇതിനകത്ത് വന്ന് നിന്നെ ഞാൻ പരിശുദ്ധാത്മാവ് വിവേചിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ പ്രശ്നങ്ങൾ ഒന്നല്ല, നിരവധിയാണെങ്കിലും അനവധിയാണെങ്കിലും അതിന്റെ നടുവിൽ നിന്ന് വലിച്ചെടുക്കാൻ അധികാരമുള്ളവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നാസാൽ എന്ന പദമാണ് എബ്രായ ഭാഷയിൽ. നാസാൽ, സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള നാസാൽ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ വലിച്ചെടുക്കണമേ, എന്നെ വലിച്ചെടുക്കണമേ. അതേ നമ്മുടെ കർത്താവ് മരണത്തിന്റെ വായിൽ നിന്ന്, ക്യാൻസറിന്റെ വായിൽ നിന്ന്, ഹാർട്ട് അറ്റാക്കിന്റെ വായിൽ നിന്ന് നമ്മെ വലിച്ചെടുക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ആരാധിപ്പാൻ കഴിയോ? ഹോസൽ ഖരാദിയ, അവൻ നിന്നെ വലിച്ചെടുക്കുന്ന ദൈവമാണ്. മരണത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കും, ഹാർട്ട് അറ്റാക്കിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കും, ക്യാൻസറിന്റെ വായിൽ നിന്ന് അവനെ വലിച്ചെടുക്കും. വലിച്ചെടുക്കണമേ, വലിച്ചെടുക്കണമേ. കൂട്ടത്തോട് വന്നിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ കർത്താവ് അകപ്പെട്ടിരിക്കുന്നു. ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ലിറ്ററലി ആയോ ആത്മീയമായി സംഭവിക്കും. ആത്മീയമായാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങൾ. സിംഹം പിശാചാന്നൊക്കെ അതങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. ഓക്കെ, എന്നാൽ അക്ഷരാർത്ഥത്തിൽ ദൈവം വിടുവിച്ചിട്ടുണ്ട് ഇല്ലേ? സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ദൈവോത്തരം നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം, പല കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാവുന്ന ആളാ, ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചോ. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അവന്റെ അമ്മയും കൂടെ എങ്ങോട്ട് പോയി? തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം ആരുടെ നേരെ അലറി വന്നു? പറ ദൈവം മക്കളെ, അവന്റെ നേരെ. ആരുടെ നേരെ? ശിംശോന്റെ നേരെ. എന്നെ നോക്കി, അപ്പം മുമ്പേ പോകുന്നു, അമ്മ പുറകിന് പോകുന്നു, അതിൻ്റെ പുറകിന് ശിംശോൻ പോകുന്നു. അപ്പം മുമ്പേ പോയില്ലേ, അമ്മ അതിൻ്റെ പുറകിന് പോയില്ലേ,
അവരെ രണ്ടുപേരെയും സിംഹത്തിന് വേണ്ട. അഭിഷേകമില്ലാത്ത അപ്പനെ വേണ്ട, അഭിഷേകമില്ലാത്ത അമ്മയെ വേണ്ട. സിംഹത്തിന് നോട്ടം അഭിഷേകമുള്ള നിന്നെയാ, ദൈവകൃപയുള്ള നിന്നെയാ. സ്തോത്രം. കൈ ഉയർത്തി സ്തോത്ര ശക്തിയോട് പറഞ്ഞു സ്തോത്രം. അതിന് എത്രയോ തവണ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അഭിഷേകമുള്ളവനെ അഭിഷേകന് നോട്ടം, ദൈവകൃപയുള്ളവനെയാ. ഒരു വീട്ടിൽ 10 മക്കളുണ്ടെങ്കിലും ദൈവം കണ്ട ഒരുവനുണ്ടെങ്കിൽ അവനെ പിശാച് നോട്ടം വിടും. ഒരു സഭയിൽ 500 വിശ്വാസിയുണ്ടെങ്കിലും കൃപയെ ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ, ഇവിടെ ആരോ അതൊക്കെ പറഞ്ഞു, ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ അവനായിരിക്കും ഏറ്റവും അധികം ശോധന. ഷായുടെ വീട്ടിൽ 8 പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും അധികം ശോധന ദൈവം കണ്ട ഒരുവനുണ്ടായിരുന്നു. ആരാ? ദാവീദ്. യാക്കോവിൻ്റെ വീട്ടിൽ എത്ര പിള്ളേരുണ്ടായിരുന്നു? 13. എല്ലാവരും 12 പറയും. ഒരു പെങ്കൊച്ചൂടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അധികം ശോധന അവിടെ ദർശനം കാണുന്ന ഒരുവനുണ്ടായിരുന്നു, യോസഫ്. അവനായിരുന്നു. താൻ ചെയ്യാത്ത കുറ്റത്തിന് പൊട്ടക്കിണറ്റിൽ പോയി, താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയി, താൻ ചെയ്യാത്ത കുറ്റത്തിന് അപമാനിതനായി. എന്നാൽ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഞാൻ പറയാം, ഏത് രാജവീതിയിലൂടെ യോസഫ് അപമാനിതനായി, വിലങ്ങുവേയപ്പെട്ടവനായി നടന്നു നീങ്ങിയോ, അതേ രാജവീതിയിലൂടെ രാജകിങ്കരന്മാരുടെ അകമ്പടിയോട് മടക്കി വരുത്തിയ ദൈവകൃപ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. സന്തോഷത്തോടെ കരമടിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. നീ എവിടെ അപമാനിക്കപ്പെട്ടോ? ശൽക്കാനെ. നീ എവിടെ ആക്ഷേപിക്കപ്പെട്ടോ? നീ എവിടെ നിന്ദിക്കപ്പെട്ടോ? നീ എവിടെ ഒറ്റപ്പെട്ടോ? ആര് നിന്നെ കരയിപ്പിച്ചോ? ആര് നിന്നെ വേദനിപ്പിച്ചോ? അവിടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാട്ട്. നീ അപമാനിക്കപ്പെട്ടിടത്ത്, നീ നിന്ദിക്കപ്പെട്ടിടത്ത്, നീ ഒറ്റപ്പെട്ടിടത്ത്, നീ കരഞ്ഞടത്ത് ദൈവം നിന്നെ ആദരിക്കും. സ്തോത്രം. കൃപ. ഈ സ്റ്റെൻഡ് ഇട്ടുകൊണ്ടായി പ്രസംഗിക്കുന്നേ ഇല്ല, പല പല അസുഖങ്ങളും ഉണ്ട്. പക്ഷേ എൻ്റെ ഇടയിലെ യാത്ര എൻ്റെ പിള്ളേരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര ശബ്ദം എടുക്കലെന്ന്. പക്ഷെ ഞാനല്ല, എന്നോടുകൂടെയുള്ള കൃപയത്രയും അധ്വാനിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശക്തിയോട് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ദൈവം കണ്ടവനാ പ്രശ്നം. നീ ദൈവത്തോട് ചോദിക്കുന്നില്ലേ, കർത്താവേ ഞാൻ നിന്നെ സേവിക്കാൻ ഇറങ്ങിയിട്ടും ഇതൊക്കെ പഠിക്കണം നിങ്ങൾ, അല്ലെ പഠിപ്പിക്കും ദൈവം. എനിക്കെന്നാ ഇത്രയും പ്രശ്നം? എൻ്റെ കുടുംബക്കാരിൽ പലർക്കും ഇല്ലാത്ത പ്രശ്നം, എൻ്റെ സ്നേഹിതരിൽ പലർക്കും ഇല്ലാത്ത വേദന എനിക്കെന്നാ കർത്താവേ? ഇത്രയും വേദന എന്നാ, ഇത്രയും ശോധന എന്നാ? ഞങ്ങളൊക്കെ ചോദിച്ചിട്ടുമുണ്ട് ദൈവത്തോട്. അതിൻ്റെ അർത്ഥം, കുഞ്ഞേ, അപ്പൻ്റെ നേരെ ചെല്ലാത്ത സിംഹം, അമ്മയുടെ നേരെ ചെല്ലാത്ത സിംഹം നിന്റെ നേരെ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ മേൽ അഭിഷേകമുണ്ട്. പോരാ, ശക്തി പോരാ, ശക്തി പോരാ, ശക്തി പോരാ. തുറന്ന് പിശാചികൾക്ക് പറ, എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, ഞാൻ സ്പെഷ്യാലിറ്റി ഉള്ളവനാ. ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ മുതൽ എവിടെ പ്രവർത്തനം വെക്കുന്നു അവിടെ എല്ലാം പ്രശ്നമായിരുന്നു. പാസ്സറിയാം. അവിടെ ആളുകളല്ല എന്ന് പറഞ്ഞാൽ പെന്തക്കോസുകാരുൾപ്പെടെ എനിക്കെതിരെ വരും. കാരണം അവർക്ക് പേടിയാ. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ ഇവരെല്ലാം എന്നെ, നിൻ്റെ മേലെ അഭിഷേകമുണ്ട്. അഭിഷേകത്തിനെ അഭിഷേകന് പേടി, നോട്ടം. അപ്പം അവർ പറയാ, നീ എന്നും ഓസിക്കുന്നു, നീ എന്നും പ്രാർത്ഥിക്കുന്നു, നീ കരയുന്നു, നിനക്കെന്തും പ്രശ്നം. എനിക്കൊരു പ്രശ്നമില്ലല്ലോ. ഇല്ല, നീ സാത്താൻ്റെ ആമാശയത്തിൽ കിടക്കുക, അവന് നിന്നെ നോട്ടമേ ഇല്ല. എന്നാൽ കരയുന്നവനെ നോട്ടമുണ്ട്, പ്രാർത്ഥിക്കുന്നവനെ നോട്ടമുണ്ട്, ആത്മഭാരമുള്ളവനെ നോട്ടമുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനെ നോട്ടമുണ്ട്, വിശുദ്ധി ആഗ്രഹിക്കുന്നവനെ സാത്താന് നോട്ടമുണ്ട്, അധികാരത്തിന്റെ അഭിഷേകം നിറവിൽ പ്രസംഗിക്കുന്നവനെ സാത്താന് നോട്ടമുണ്ട്.
കഥായോഗത്തിനും വന്നിരുന്ന ഉറക്കം, പ്രസംഗിക്കുമ്പോൾ എനിക്ക് ചില പാസ്റ്റർമാർ ഇരിപ്പൊക്കെ കാണുമ്പം ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇവിടെ ആയതുകൊണ്ട് മിണ്ടാൻ നിൽക്കുക, ഉള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കാം. സ്വതന്ത്രം അയ്യോ ആയിക്കോട്ടായും വിട്ടു ഒരു ഓക്കോക്കെയാ. സത്യം ഞാൻ പറയാം, ഞാനോടത്ത് പ്രസംഗിക്കുമ്പം ജനം ഇളകി മറിയുമ്പം മോനെ ഒരു കൂർക്കം വലി സത്യോ ചേച്ചി അധ്യക്ഷനാ കൂർക്കം വലിക്കുന്നത്. എന്നാ ഇവർ വീട്ടിലാണ് കിടന്ന് ഉറങ്ങരുതോടെ. സ്തോത്രം പറയാത്ത, ഹല്ലേലൂയ പറയാത്ത, ആരാധിക്കാത്ത ഒരുത്തനെ സ്റ്റേജിൽ കയറ്റിയിരുത്തരുത്. സ്തോത്രം കേൾക്കുന്നില്ല. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാത്ത, അന്യഭാഷ വിമർശിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ കുറ്റം പറയുന്ന ഒരുത്തനെ സ്റ്റേജിൽ ഇരുത്തരുത്. ലൈവ് പോവല്ലേ, പോട്ടെ. സ്തോത്രം ചങ്ക് പൊട്ടുക. അപ്പം ചെല്ലു പറയും നിങ്ങളെന്താ വന്നിരിക്കുന്നത്? എൻ്റെ പൊന്നെ, അതും പോണമല്ലോ കൂട്ടത്തില്ലേ മോനെ. ഞങ്ങൾ ഈ സ്റ്റേജിലേക്ക് വരും. നിങ്ങൾ ചിന്തിച്ച്, നാളെ എനിക്ക് രാവിലെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ 2 കൊടുക്കാറേയില്ല പകലിനകത്ത്. ഫാസ്റ്റർ പൂവക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറേയില്ല ഇപ്പോൾ ഒരു നേരം. അതിന് തന്നെ വയ്യ. കർത്താവ് നടത്തുക. ഈ ആഴ്ച ഇവിടെ എല്ലാം പലയിടത്തും ഉണ്ട്. ഒരു ദിവസം പോലും ഇവിടുത്തെ മെയിൻ പല യോഗങ്ങൾക്ക് എന്നെ വിളിച്ച ഈ ആഴ്ച എനിക്ക് നേരമില്ല. അപ്പോൾ ഈ സ്റ്റേജിലോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അത് ഇനിയെങ്കിലും പഠിക്കണം. കുന്നംകുളത്ത് രാത്രി പ്രസംഗിച്ചിട്ട് ഈ ദൈവദാസ ഓടിയിട്ടുള്ള ആളാണ്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഓട്ടോ ഒക്കെ നിർത്തിയിരിക്കുക. അദ്ദേഹത്തെ ഓർത്ത് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പുറകെയല്ല, മോനെ അവൻ പഠിച്ചിട്ട് ഇവിടെ നിൽക്കുന്നു. ഇതൊക്കെ ആ ആത്മീയത, അനുഗ്രഹം. ആ ദൈവദാസി സുവിശേഷം ഇതിനു വേണ്ടി അങ്ങ് സമർപ്പിച്ചിരിക്കുക. ഇങ്ങനൊരു കുടുംബത്തെ കിട്ടിയത് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയണം. കണ്ണുള്ളപ്പോൾ അവൻ്റെ കാഴ്ച അറിയത്തില്ല. ഭീമോനച്ചൻ്റെ സഭയിലാണെന്ന് പറയുന്നത് എന്ത് അഭിമാനമാണ്? അതുപോലെയുള്ള അഭിമാനമല്ലേ നിങ്ങൾക്കും, അല്ലേ? സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുന്നംകുളത്ത് രാത്രി പ്രസംഗിച്ചിട്ട് വീട്ടിൽ വരുന്നത് 2 മണി രാത്രിയിലാണ്. ഇത് കേൾക്കേണ്ടതാണ്. ചിലർ എങ്ങനെ പറയും, ഇവർ വരുന്ന അനങ്ങുന്നില്ല, ഇവരെന്താ അനങ്ങാത്ത, ഇവരെന്താ കൈയടിക്കാതെ, ഇവരെന്താ എഴുന്നേറ്റ് നിൽക്കാതെ. ഇപ്പം ഇവിടെ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിൽക്കേണ്ടി വന്ന 24 മണിക്കൂർ ഞങ്ങൾ നിൽക്കണം, അല്ലേ മോനെ? പിന്നെ നിൽക്കാൻ പോവല്ലേ. ഇപ്പം തന്നെ ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് വയ്യ. എത്ര നാളായി നിൽപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ സ്റ്റേജിലോട്ട് വരുന്നതുണ്ടല്ലോ, സ്തോത്രമെന്ന് പ്രൈസ്തലോടെന്ന് പറയാനൊരു ശബ്ദമില്ലാതാ. അല്ല, നിങ്ങളെന്ന് പ്രസംഗിച്ചേ ഇതുപോലെ 30 ദിവസം 7 ദിവസം വാസപ്രാർത്ഥന ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടന്മാക്രി കയറി പിടിക്കും, അല്ലേ? ഇതേ വോയിസ് നാളെ പ്രസംഗിക്കണം. ഈ സ്റ്റേജിലോട്ട് വരുമ്പം പ്രൈസ്തലോടെന്നൊരു വാക്ക് അടുത്തിരിക്കുന്ന ദൈവദാസനോട് പറയാൻ ശക്തിയില്ലാതാ വരുന്നേ. അത് കേൾക്കുമ്പോൾ അവർക്കറിയാം. പക്ഷെ എവിടെ നിന്നറിയില്ല, ഈ മൈക്ക് കിട്ടി 2 വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ, നാവിൻ്റെ നിയന്ത്രണം ശരീരത്തിന് കർത്താവ് ഏറ്റെടുക്കും. ആ ഉറപ്പുണ്ട്, ഉറപ്പ്. അത് ഏത് രാജ്യത്ത് പോയാലും ആ ഉറപ്പുണ്ടെന്നറിയാമോ? കർത്താവ് കൈവിടില്ലെന്ന്, കർത്താവ് കൂടെ നിൽക്കുമെന്ന്. കർത്താവ് പറഞ്ഞോട്, മോനെ ഞാൻ കൂടെ നിന്നോളാമെന്ന്. പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്ന്. ഈ ശബ്ദം ദൈവത്തിന്റെ ദാനമാ. ശക്തിയോടെ കരമടിച്ച് ആത്മാവിൽ ആരാധിച്ചേ. ഒരു സിംഹം അവന്റെ നേരെ അലറി വന്നു. മറ്റു പലർക്കും ഇല്ലാത്ത ശോധന നിനക്കുണ്ട്, മറ്റു പലർക്കും ഇല്ലാത്ത വെളിപ്പാട് നിന്റെ മേലുണ്ട്. ഒരു സിംഹം അവന്റെ നേരെ അലറി വന്നു. ആരാ വായിക്കുന്നേ? വായിച്ചേ. ഒരു സിംഹം അവന്റെ നേരെ അലറി വന്നു. വായിക്കും. അപ്പോൾ യഹോവയുടെ ആത്മാവും അവന്റെ മേൽ വന്നു. അതങ്ങനെ വായിച്ചാൽ ഒക്കത്തില്ല. ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ പറഞ്ഞേ. അപ്പോൾ പറഞ്ഞേ. അയ്യോ, കൈ ഉയർത്തിയേ, എല്ലാവരും കൈ ഉയർത്തിയേ, ശക്തിയോടെന്ന് പറഞ്ഞേ. അപ്പോൾ ഉറക്കെ പറ. അപ്പോൾ ഒന്നുകൂടെ പറ. അപ്പോൾ എപ്പോൾ അപ്പോൾ എപ്പോൾ അപ്പോൾ എപ്പോൾ ഒരു സിംഹം അവന്റെ നേരെ അലറി വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവും ശക്തിയോടെ അവന്റെ മേൽ വന്നു. ഈ രാത്രി ആരാധിക്കും ദൈവവൈതലേ, അഭിഷേകം പ്രാപിച്ച ദൈവവൈതലേ, എപ്പോൾ സിംഹം നിന്റെ നേരെ വരുമോ അപ്പോൾ അഭിഷേകം നിന്റെ മേൽ വരും. എപ്പോൾ അഭിഷേകം വേണോ അപ്പോൾ അഭിഷേകം, എപ്പോൾ കൃപ വേണോ അപ്പോൾ കൃപ, എപ്പോൾ ശക്തി വേണോ അപ്പോൾ ശക്തി. ആത്മാവിന്റെ മേൽ വന്നു. അപ്പോൾ ആത്മാവിന്റെ മേൽ വന്നു.
എപ്പോൾ കൃപ വേണോ അപ്പോൾ കൃപ, എപ്പോൾ അഭിഷേകം വേണോ അപ്പോൾ അഭിഷേകം, എപ്പോൾ ശക്തി വേണോ അപ്പോൾ ശക്തി. അതിനായി കൃപ, അതിനായി അഭിഷേകം. രണ്ട് അന്യഭാഷ പറഞ്ഞ് നിർത്താൻ വേണ്ടി അല്ല ഈ അഭിഷേകം. എപ്പോൾ കൃപ വേണോ അപ്പോൾ കൃപ. എന്താ അവിടെ വായിക്കുന്നത്? കയ്യിൽ എന്നെ നോക്കിയിരുന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ അവൻ അതിനെ വലിച്ചു കീറി. ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത് അന്യഭാഷ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല, നിന്റെ ആത്മീയ നന്മകളെ, ഭൗതിക നന്മകളെ, ഹല്ലേലൂയ, വിഴുങ്ങാൻ വരുന്ന, അപകരിപ്പാൻ വരുന്ന സാത്താന്യ ശക്തികളെ വലിച്ചു കീറാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുന്നു. വലിച്ചു കീറാൻ അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ അവനെ വലിച്ചു കീറി. കുഞ്ഞെ, ദൈവം തൻ്റെ ആത്മാവിനാൽ നിന്നെ നിറച്ചത് മറന്നു പോകരുത്. ഇതിനകത്ത് വന്ന് കുറെ അന്യഭാഷ പറഞ്ഞ് നിർത്തിയിട്ട് പോകാനല്ല ദൈവം നിന്റെ മേലെ ഈ ആത്മാവിനെ തന്നത്. കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ നിന്റെ ആത്മീയ നന്മകളെ, നിന്റെ ഭൗതിക നന്മകളെ അപകരിപ്പാൻ വരുന്ന സാത്താന്യ ശക്തികളെ, ഭോഗേച്ഛകളെ, പാപത്തിന്റെ ഭോഗേച്ഛകളെ തകർക്കാനുള്ള അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്. അന്യഭാഷ പറഞ്ഞു നിർത്താൻ വേണ്ടി മാത്രമല്ല, നിന്റെ ബെഡ്റൂമിൽ, നിന്റെ ഏകാന്തതകളിൽ നിന്നെ വിഴുങ്ങാൻ വരുന്ന പാപത്തിന്റെ ഭോഗേച്ഛകളെ തകർക്കാനുള്ളതാണ് ഈ അഭിഷേകം. ആരാധിക്കുക, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. ഉലാരബാ ശകാനബാ സബബബാ രഗദനിയ ഉദമൽ ഖനബാ രഗദിനി ഹതുനാരബാ സംതുനിയ. ഓ ജബാ രഗലി ഹംതുനിയ. ശക്തിയോടെ ആരാധിച്ചോ. ഈ രാത്രി ചില അഭിഷേകത്താൽ നിറയെ, ചില ദർശനങ്ങൾ പ്രാപിക്ക്, ചില വെളിപ്പാടുകൾ കാണ്, ആത്മാവിൽ പ്രവചിക്ക്. മനെ കൈവിട്ടു കൊടുക്ക, ശരീരം വിട്ടുകൊടുക്ക, ആത്മാവിൽ ആരാധിക്ക. നിന്റെ തലമേൽ ആര് കൈവക്കണ്ട. ഈ രാത്രി ദൈവം നിന്നെ അഭിഷേകത്താൽ നിറയ്ക്കുന്നു. പ്രത്യേക അധികാരം ദൈവം നിന്റെ മേൽ തരുന്നു, പ്രത്യേക അഭിഷേകം ദൈവം നിന്റെ മേൽ തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തരുന്നു. Ulaba rabana ramthana haitala rakana udama lekana satana rabana hatuna udala rekani hatuni hatuna rigana udala ba shatuni hamduniana. ഈ സിംഹം അപ്പന്റെ നേരെ ആയിരുന്നെങ്കിൽ അതവരെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഓരോ വാക്കും ദൂതാണ്. ഈ സിംഹം അമ്മയുടെ നേരെ ആയിരുന്നെങ്കിൽ അത് അവരെ കീറിക്കളയുമായിരുന്നു. എന്നാൽ അഭിഷേകമുള്ളവന്റെ നേരെ ചെന്നപ്പോൾ അവനെ കീറാൻ വന്നതിനെ അവൻ കീറിക്കളഞ്ഞു, അവനെ തകർക്കാൻ വന്നതിനെ അവൻ തകർത്ത് കളഞ്ഞു. രണ്ട് ദൂത് പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു. നീ അനുഭവിച്ചത്, നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത്, നിന്റെ കുടുംബം അനുഭവിച്ചത് കഴിഞ്ഞ നാളിൽ മറ്റു പലരുടെയും നേരെയായിരുന്നെങ്കിൽ അവർ ഈ ഭൂവിൽ കാണുകയില്ലായിരുന്നു, അവർ ശുശ്രൂഷയിൽ കാണില്ലായിരുന്നു, അവർ സ്റ്റേജിൽ കാണില്ലായിരുന്നു. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പലരെയും തകർത്തെറിഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങൾ നിന്റെ നേരെ വന്നിട്ടും നീ നിൽക്കുന്നത് ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകം നിമിത്തമത്രേ. ശക്തിയോടെ ആരാധിച്ചാട്, ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. രണ്ട്, ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നത് നിന്നെ ഒതുക്കാൻ വരുന്നതിനെ നീ യേശുവിൻ്റെ നാമത്തിൽ ഒതുക്കണം.
നിന്നെ തകർക്കാൻ വരുന്നതിനെ യേശുവിൻ്റെ നാമത്തിൽ നീ തകർക്കണം. നിന്നെ വെല്ലുവിളിക്കുന്ന ശക്തികളെ യേശുവിൻ നാമത്തിൽ നീ വെല്ലുവിളിക്കണം. അല്പനിമിഷം യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം പറഞ്ഞാട്ട് നിന്റെ ശരീരത്തെ ഒതുക്കാൻ നോക്കുന്ന രോഗബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നീ ഒതുക്കുന്ന രാത്രിയായി മാറട്ടെ. നിന്നെ തകർക്കാൻ വരുന്ന ആഭിചാര ശക്തികളെ, അന്യായ ആരാധന ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി നീ തകർത്ത് കളയുക. നിന്നാൽ ഞാൻ പകക്കുന്നേരെ പാഞ്ഞിയല്ലോ. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ നാമത്തിൽ സിയോൻ പുത്രിയെ, നിന്റെ ബന്ധനങ്ങളെ കുടഞ്ഞു കളക. ഈ രാത്രി ഹോളിൽ വന്നത് അനുഗ്രഹമായിരട്ടെ. നിന്നെ ഒതുക്കാൻ നോക്കുന്ന ശക്തികളെ യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞു കളക. നിന്നെ തകർക്കാൻ നോക്കുന്ന രോഗബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ തകർത്ത് കളക. വാ തുറന്ന് പറഞ്ഞാട്ട് ഞാൻ തകർക്കുന്നെന്ന് പറഞ്ഞാട്ട്, അതിന് ഞാൻ ഉടയ്ക്കുന്നെന്ന് പറഞ്ഞാട്ട് യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അപ്പൻ ഓടിക്കളഞ്ഞു. സിംഹം വന്നപ്പോൾ അമ്മ ഓടിക്കളഞ്ഞു. ശിംശോൻ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. യഹോവേ, നീ എന്നെ ചേർത്ത് കൊള്ളണമേ. ഞാൻ പറയുക അങ്ങനെ ചിന്തിച്ച്. അപ്പോൾ യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വന്നു. അവനതിലെ വലിച്ചീറിക്കളഞ്ഞ് അപ്പനും അമ്മയും ഓടിപ്പോയി. ആരുമില്ലായിരുന്നു. തിരിഞ്ഞ് നോക്കിയപ്പം സിംഹത്തെ കൊന്നിട്ട് കാട്ടുകുട്ടിയെ പോലെ വലിച്ചു കീറിയിട്ട് ശിംശോൻ നിൽക്കുക. അവരുടെ കണ്ണ് തള്ളി. ഇതെന്തൂതാ? അവരുടെ കണ്ണ് തള്ളി. 71 സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ആരോടൊക്കെ പരിശുദ്ധാത്മാ പ്രവചിക്കുക, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ജീവിക്കുന്ന ദൈവവേദിലെ നീ പലർക്കും ഒരത്ഭുതമാ. നീ വൈദ്യശാസ്ത്രൻ അത്ഭുതമാ. നീ മന്ത്രവാദിക്ക് അത്ഭുതമാ. നീ ആഭിചാരകൻ അത്ഭുതമാ. നീ ശുദ്ധക്കാരൻ അത്ഭുതമാ. നീ 4ാം വേദക്കാരൻ അത്ഭുതമാ. നീ ഡോക്ടർമാർക്ക് അത്ഭുതമാ. നീ പിശാചിന് അത്ഭുതമാ. പാസ്റ്റർ രാജു പൂവക്കാല, നിങ്ങൾ പിശാചിനൊരു അത്ഭുതമാണ് മോനെ. നീ പലർക്കും ഒരു അത്ഭുതമാണ്. ബി മോനച്ചൻ സാത്താൻ ഒരു അത്ഭുതമാ. നിനക്ക് ശരീരക്ലേശം വന്നപ്പോൾ, നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ, നിനക്ക് കൊറോണ വന്നപ്പോൾ പിശാചി ചിന്തിച്ചു നിന്റെ ഇടപാട് തീർന്നെന്ന്, നിന്റെ ശബ്ദം തീർന്നെന്ന്, നിന്റെ ശല്യം തീർന്നെന്ന്. എന്നാൽ പൂർവാധിക ശക്തിയോടെ യേശുവിനെ ഉയർത്താൻ ദൈവം നിനക്ക് അഭിഷേകം തന്നു. കരമടിച്ചോണ്ട് പറ, സാത്താൻ കേൾക്ക പറ, ഞാൻ പലർക്കും ഒരു അത്ഭുതമാകുന്നു. കരമടിച്ച് ആത്മാവിൽ ആലോചിച്ച് പറ, ഞാൻ പലർക്കും ഒരു അത്ഭുതമത്രേ. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കണമേ. 2-3 കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, നേരമില്ല, നിർത്തുക. കാരണം ദൂത് വേറെ ലെവലിൽ ഇത് കർത്താവ് തന്നു കഴിഞ്ഞു. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. ഒരു വാക്യം വായിച്ച് ക്ലോസ് ചെയ്യാം. മത്തായി സുവിശേഷം, നമ്മുടെ കർത്താവിലെ തുടങ്ങിയത്, അവിടെ നിർത്താം. 27-ാം അധ്യായം 62-ാം വാക്യം. മാത്യു ചാപ്റ്റർ 27:62. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ. ആരോഗ്യന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും സാധാരണക്കാരും എല്ലാം ചെന്ന് പീലാത്തോസിനെ വിളിച്ച വിളിയാ എനിക്ക് ഇഷ്ടപ്പെട്ട്. യജമാനനെ, സാറേ. യേശുവിനെ എന്നാ വിളിച്ചേ? സാറേന്നേ, ചതിയൻ. പീലാത്തോസിനെ സാറേ എന്ന് വിളിച്ചു, യേശുവിനെ ചതിയൻ എന്ന് വിളിച്ചു. യോഗ്യതയില്ലാത്തവൻ്റെ മുമ്പിൽ പലരും വീഴുക. 14-24 ഭാഷ അറിയാവുന്നവർ ഭൂമവിഗ്രഹങ്ങളുടെ മുമ്പിൽ വീണ് കിടന്ന് കരയുക. വർഷിപ്പ് ഈസ് ദ വർഷിപ്പ്. യോഗ്യനായവനെ ആരാധിക്കുന്നതാണ് ആരാധന. കൃപയാൽ യോഗ്യനായവനെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം. യജമാനനെ എന്ന് വിളിച്ചു യേശുവിനെ ചാതിയൻ. നിന്നെ അങ്ങനെയൊക്കെ വിളിക്കും കേട്ടോ. ലോകത്തിൻ്റെ വിളി കേട്ട് നീ തളരരുത്. കർത്താവിന് മുൾക്കിരീടം കൊടുത്തവർ നമുക്ക് പൊൻകിരീടം തരില്ല. അവൻ ജീവനോടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് അങ്ങക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു. എന്താ ഓർമ്മ? അവനെ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാർ അവനെ മോട്ടിച്ചുകൊണ്ട് പോയി.
അവൻ ഉയർത്തെന്ന് ഇവർ പറഞ്ഞു വരുത്തി ആദ്യത്തെ ചതി അടുത്തതിനേക്കാൾ വലുതാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കല്ലറ ഉറപ്പാക്കണം. വായിച്ചേ പെട്ടെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയെടുത്ത് വായിക്കേ. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ ഇപ്പം ഞാൻ വായിച്ചത് തരാം. പീലാത്തോസ് പറഞ്ഞു, ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാവോളം ഉറപ്പുവരുത്തുവീനെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടം നിർത്തി കല്ലറ ഉറപ്പാക്കി. ഞാൻ നമ്മുടെ കർത്താവിൻ്റെ അടക്കിയ കല്ലറയുടെ മുമ്പിൽ പോയി നിന്നിട്ടുണ്ട്. നിങ്ങളും പലരും പോയിട്ടുണ്ട്, ഇവിടുന്നൊക്കെ പോയി കാണും. അതിന് മുമ്പിലൊരു ചെറിയ തോട്ടമുണ്ട്, അവിടെ ഞാൻ കർത്തൃമേശ നടത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വേദപുസ്തകത്തിലൊക്കെ പ്രവചനമൊക്കെ കൃത്യവാൻ. അതും കുറേ കൊണ്ട് ഇന്നലെ പള്ളി ആരാധന നടത്താനൊക്കാത്തൊരു കല്ലറപ്പള്ളി എന്നും പറഞ്ഞ് കുറേ ദൂരമുണ്ട്. അവിടെ അല്ല കർത്താവിനെ അടക്കിയ തൊട്ട് കീഴ്. കാരണം ഈ വേദപുസ്തകം പറയുന്നു അവനെ ക്രൂശിച്ച സ്ഥലത്തിനടുത്ത് യോസഫിനൊരു കല്ലറയുണ്ടായിരുന്നു. അത് ഞാൻ മുമ്പേ പറഞ്ഞു, അത് പൂർത്തീകരിച്ചില്ല. എന്തുവാണെന്നറിയാമോ? യോസഫ് താമസിക്കുന്നത് 20 മൈൽ അകലെയാണ്, 35 കിലോമീറ്റർ അകലെ കല്ലറയിൽ നിന്ന്. യോസഫേ, നീ എന്തിനാ 35 കിലോമീറ്റർ അകലെ ചെറുപ്പക്കാരനായ നീ ഈ കല്ലറ വാങ്ങിയിട്ടേ? നീ എന്തിനാ വാങ്ങിയിട്ട്? നീ വെട്ടാത്ത കിണറ്റിൽ നിന്ന് കുടിക്കും, നീ പണിയാത്ത വീട്ടിൽ ദൈവം നിന്നെ പാർപ്പിക്കും. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ട് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സോദരം കല്ലറ ഉറപ്പാക്കാൻ പറഞ്ഞു. എന്താ ചെയ്തത്? ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. ആ കല്ലിൻ്റെ രൂപം അവിടെ കിടപ്പുണ്ട്, ഇപ്പോൾ പോയാലും കാണാം. എന്നിട്ട് റോമാഗം ഇമ്പീരിയൽ മുദ്ര അതിൽ വെച്ചു, സീൽ വെച്ചു. ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തരായ റോമൻ പടയാളികളെ കല്ലറയ്ക്ക് കാവൽ നിർത്തി. ദൃശ്യലോകത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ അദൃശ്യലോകത്തെ മുമ്പേ പറഞ്ഞ പോലെ പിശാചും അവൻ്റെ സകല ദൂതന്മാരും അന്ന് ആ കല്ലറയ്ക്ക് കാവലായിരുന്നു. അതുകൂടാതെ കല്ലറയുടെ ഉള്ളിൽ മരണവും പാതാളവും പോർവിളി നടത്തുന്നു. കാരണം മരണം ആദാം മുതൽ വാഴേണ്ടതാകുന്നു. അവൻ്റെ കയ്യിൽ കിട്ടിയവനെ ഒന്നും അവൻ വിട്ടുകൊടുക്കില്ല. മരണവും പാതാളവും. മരണം പാതാളം എൻ്റെ കയ്യിൽ കിട്ടിയവനെ വിട്ടുതരില്ലെന്ന് പോർവിളി നടത്തുന്നു. ഒന്നുകൂടെ പറയാം, സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. പിശാച് ആ കല്ലറയുടെ വാതിലിൽ വാപളം നിൽക്കുന്നു. അവൻ്റെ 1000 ദൂതന്മാർ നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തി കാവൽ നിൽക്കുന്നു. റോമാ ഗവൺമെൻറ് ഇമ്പീരിയൽ മുദ്ര അതിൽ പതിച്ചിരിക്കുന്നു. അദൃശ്യലോകത്തെ പിശാചുവിൻ്റെ കൂട്ടരും കാവൽ നിൽക്കുന്നു. മരണവും പാതാളവും യേശു ഉയർക്കാതിരിപ്പാൻ കാവൽ നിൽക്കുന്നു. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. കൈയുയർത്തി പറ, അസാധ്യമായിരുന്നു. കൈയുയർത്തി പറ, അസാധ്യമായിരുന്നു. കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, അസാധ്യമായിരുന്നു. അവൻ മരണത്തെ തകർത്തു. ശബ്ദമറിയാം, പാതാളത്തെ വെല്ലുവിളിച്ചു. റോമൻ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര തകർത്ത് അവൻ ഉയർത്തെഴുന്നേറ്റു. 2 കാര്യം പറഞ്ഞു നിർത്താം. നിന്റെ നന്മകളെ മുഴുവൻ ദുഷ്ടപിശാച് ബന്ധിച്ച് മുദ്ര വെച്ചാലും ഒരൊറ്റ വാക്കിനാൽ ആ സകല മുദ്രകളെയും പൊട്ടിക്കാൻ, സകല അധികാരങ്ങളെ അഴിക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. നിന്റെ സകല നന്മകളെയും ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാലും അതിനെ അഴിക്കാൻ അവൻ അധികാരമുള്ളവനാണ്. ഞാൻ കുറേ ദിവസം മുമ്പ് 2-3 വർഷം മുമ്പ് ഒരു ചെറിയ മെസ്സേജിനെ കുറിച്ച് റെക്കോർഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവ് ഈ ക്രൂശി കിടക്കുമ്പം ക്രൂശിക്കാതിരിക്കാൻ അവൻ നോക്കി, പക്ഷേ അവൻ്റെ പദ്ധതി പരാജയപ്പെട്ടു. ക്രൂശിച്ച കർത്താവിനെ അടക്കാതിരിക്കാൻ നോക്കി, അടക്കാൻ നടന്നു. അടക്കി കഴിഞ്ഞപ്പോൾ അവൻ ഉയർക്കാതിരിക്കാൻ നോക്കി. ഞാൻ അത് വായിച്ചപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഈ നമ്മുടെ കർത്താവ് ഉയർക്കാതിരിപ്പാൻ, അതാ മുമ്പേ പറഞ്ഞ ദൂത്, എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്തു. അതെല്ലാം ചെയ്യാൻ ദൈവം അനുവാദം കൊടുത്തു. അതെല്ലാം ചെയ്യുമ്പം സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരുന്നു. ദൈവം അവരെ നോക്കി ചിരിക്കുന്നു.
ദൈവം അവരെ നോക്കി ചിരിക്കുന്നു. കർത്താവ് ആരോടൊക്കെ പറയുന്നു? നിന്റെ ഉയർച്ചയ്ക്കെതിരായി, നിന്റെ നന്മയ്ക്കെതിരായി, നിന്റെ സഭയ്ക്കെതിരായി, നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി ദുഷ്ടപിശാചിന് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊള്ളട്ടെ. പക്ഷെ ജയം പിശാചിനല്ല, ജയം യേശുവിനത്രേ. ദയം പാതാള ഗോപുരങ്ങൾക്കല്ല, ദയം ദൈവസഭയ്ക്കത്രേ. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, പിശാചേ നീ ചെയ്യാവുന്നൊക്കെ ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, എൻ്റെ സഭയ്ക്കെതിരെ, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ നീ അതൊക്കെ ചെയ്തു. പക്ഷെ ജയം നിനക്കല്ല, എൻ്റെ കർത്താവിനത്രേ. കർത്താവ് എന്നോട് ഇന്ന് രാത്രി സംസാരിച്ചെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കൈയുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സിംഹത്തിൻ്റെ വായിൽ തന്നെ വിടുവിക്കണേ. മക്കളെ വന്നു കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമുള്ളൂ. ഒരു പ്രശ്നമല്ല, അനവധി പ്രശ്നങ്ങളുടെ നടുവിലാണ് നീയെങ്കിലും സിംഹത്തിൻ്റെ വായിൽ നമ്മെ വലിച്ചെടുക്കും. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരം നൽകും. നീ അനുഭവിക്കുന്ന വേദനയൊന്നും ദൈവദാസന്മാർക്കോ കൂടെ നിൽക്കുന്നവർക്കോ അറിയില്ല. പക്ഷേ ഏത് വ്യക്തിയുടെ നടുവിലും ഒരു കരം നീട്ടപ്പെടും, വലിച്ചെടുക്കപ്പെടും. ഈ രാത്രിയിൽ കർത്താവേ എന്നെ വിടുവിക്കണേ എന്നാത്മാർത്ഥമായി കരയുന്നവർ, പ്രാർത്ഥന ആവശ്യമുള്ളവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ട്. നിങ്ങളെല്ലാം മുമ്പ് വിളിച്ചെന്ന് പ്രാർത്ഥിക്കാനും നേരമില്ല. കർത്താവിൻ്റെ കരം നിങ്ങളത്തോടും, ഉയർത്തപ്പെടുന്ന കരങ്ങൾ കൈകാലം കർത്താവിൻ്റെ കരം തൊടും. കർത്താവേ നിൻ്റെ കുഞ്ഞുങ്ങളുടെ വേദനയും ഭാരവും ഒന്നും അവിടെ ഇറങ്ങിയോടാ. അങ്ങേക്കറിയാം ഏത് പ്രതിസന്ധി ആയാലും അങ്ങ് അത്ഭുതം ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കൈ നീട്ടപ്പെടുന്നോർത്ത് സ്തോത്രം, സൗഖ്യം വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം, അത്ഭുതം ചെയ്യുന്നോർത്ത് സ്തോത്രം. ശക്തിയായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ പാട്ട് പാടുമ്പോൾ കണ്ണടച്ച് ശക്തിയോടെ ആരാധിക്കണം. അഭിഷേകം പ്രാപിക്കാത്തവരൊക്കെ പ്രാപിച്ചോണം. വലിയൊരു ആത്മവ്യാപാരത്തിലേക്ക് സഭയെ ദൈവം ഇറക്കാൻ പോകുകയാണ്, ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ വളരുന്ന വർഷമെന്നാണ് നിങ്ങളുടെ ദർശനത്തോട് മുമ്പോട്ട് പോകുക. വലിയ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. നമ്മളൊന്നിച്ച് നിന്നാൽ സാത്താന്യ കോട്ടകളൊക്കെ നമ്മുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴാൻ പോവുകയാണ്. കർത്താവിനോട് പറയാ പ്രവചിക്കാൻ, ചില സാത്താന്യ കോട്ടകൾ ഇടിഞ്ഞു വീഴും. സാത്താന്യ പള്ളിക്കാർ ചിലരെ ഞാൻ വിളിച്ചു വരുത്തും. അവർ നിന്റെ മുമ്പിൽ വന്ന് എന്നെ നമസ്കരിക്കും. ഞാൻ ആരെന്നറിയാൻ ഞാൻ ചില പ്രവർത്തികൾ ചെയ്യും. പ്രസംഗിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല പരിശുദ്ധാത്മാവ്. കർത്താവ് ആരെന്ന് നീ അറിയത്തക്കവണ്ണം ചില പ്രവർത്തികൾ ദൈവസഭയിൽ വെളിപ്പെടുത്തും, ദേശത്ത് വെളിപ്പെടുത്തും. ശകന ശക്തിയോടെ ആരാധിച്ചു തുടങ്ങിക്കോ.